ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് പഠിപ്പിച്ചിരണം. താഴെ എടുത്ത കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പടം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട്? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് എടുത്ത ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്താണെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എൻ്റെ തലയിലെ ഏതോ ഞരമ്പിൽ കൂടെയൊക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മികച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചതുപോലെ നമ്മൾ ആർട്ടിസ്റ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, എന്നാൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ചില റെസ്ട്രിക്ഷൻസും ചില കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് പോയി. പക്ഷെ ആർട്ടിസ്റ്റ് പെർഫോമൻസിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര വിശ്വാസമുണ്ട്. ഇവരുടെയൊക്കെ ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ രമേശ് ചേട്ടൻ എനിക്കൊന്ന് കപ്പൽ മലയാളിക്ക് ശേഷം രമേശ് ചേട്ടൻ്റെ കരിയർ ബ്രേക്ക് ആയിരിക്കും ഈ സാധനം അല്ലേ? കപ്പൽ മലയാളി കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിലല്ലേ നിങ്ങൾക്ക് ആരാധന തോന്നും പുള്ളിയോട്. പക്ഷേ ഇപ്പൊ അന്നൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ ഇവനെ പോലെ വന്നിരുന്ന് തള്ളാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അന്ന് പത്രത്തിൽ ഭയങ്കര വിലയാണ് ഒരു കാര്യം പരസ്യം കൊടുക്കുന്നതിന് തന്നെ. അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. പണിയെടുത്തത് അത് തന്നെ. നീ കാരണവർക്ക് പ്രൊമോഷൻ കൊടുക്കുക. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നല്ല എഴുതാറാ, വിശ്വാസമുണ്ട്. ഇവന് എനിക്ക് ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛൻ, എന്റെ ചേട്ടൻ, ഇവർക്കൊക്കെ എഴുത്ത് ഇവരുടെ കഥാപാത്രത്തെ എഴുതുന്നതിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവർക്ക് എഴുത്ത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇവര് ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടില്ല എങ്കിലും എനിക്ക് എഴുത്തിലാണ്, ഇവര് അഭിനയത്തിൽ കുറച്ചുകൂടി കംഫർട്ട് നോക്കുന്ന ഒരാളാണ്. ഇവനങ്ങനെ ഒക്കെ നോക്കിയിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എഴുത്ത് കുറച്ച് അധ്വാനിച്ച് എഴുതുകയും ഇവനറിയാവുന്ന കഥയായതിൻ്റെ ഒരു വലിയ സൗകര്യമുണ്ട്. ഇവനതിനകത്ത് ആ കഥയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനോട് ഏറ്റവും ആ കണ്ട കാര്യങ്ങളോട് ഏറ്റവും നീതി പുലർത്തി നിൽക്കുക, കണ്ടതിനെ എങ്ങനെ സിനിമാറ്റിക്കായിട്ട് ചെയ്യാന്നുള്ളതാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. പിന്നെ വിനയ് ഓഫ്കോഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ചെറിയ പടമാണ്. ഇതുമായിട്ട് ഒരുപാട് വലിയ പൈസ മുടക്കിയിട്ടുള്ള ഒരുപാട് വലിയ താരങ്ങളുള്ള അങ്ങനെയൊന്നുള്ളൊരു പടമല്ല. ഒരു ചെറിയ സാധാരണക്കാരാണ്, നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലെയുള്ള ആളുകളും അവരൊക്കെ അഭിനയിച്ചിട്ടുള്ള പടമാണ്. അതിൻ്റെതായ രസം എനിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റായിട്ടല്ല വായിച്ചത്. ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഒരു കഥയാണ് പറഞ്ഞത്, ഇന്നപോലെ സംഭവിച്ചു, ഇന്നതാണ് ചെയ്യേണ്ടത്. ഇന്നോട് കേട്ടപ്പോൾ നല്ല രസം തോന്നി, നന്നായിട്ട് തോന്നി. ഞാൻ ശ്രീനേട്ടൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ ഇതാണ്. അതെൻ്റെ ഒരു വലിയ സന്തോഷമായിരുന്നു. ഇത് ഈ കഥ ഇതിനായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ടൈപ്പ് ഓഫ് ഒരു പരിപാടിയല്ല. പിന്നെ അത് കണ്ടാൽ മനസ്സിലാവും. ഇല്ല, ഞങ്ങൾ അങ്ങനെ ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. അവരാരും വന്നില്ല വിളിച്ചിട്ട്. ഇവിടെയും കുറവാണല്ലോ. സ്ത്രീ പ്രാതിനിധ്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. സ്ത്രീ കഥയുടെ ടേണിംഗ് പോയിന്റിൽ വലിയ ഘടകമാണ്. അല്ല, ഇവിടെ ഇല്ലാന്ന് ഇവിടെ കാണാറില്ലെന്ന് വെച്ചപ്പോൾ ഇവിടെ വരാൻ പലരും തൻവീടെ ചേട്ടൻ്റെ കല്യാണമാണ്, സുരഭി സീരിയലിന്റെ ഷൂട്ടിലാണ്. അപ്പൊ അങ്ങനെ വീണ അതിന്റെ പുതിയ തിരക്കിലാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ വലിയ വിമോചകനായതുകൊണ്ടൊന്നുമല്ല, അവനെ നോക്കിയിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ അവനൊരു സ്ത്രീ വിമോചകനായിട്ട് ഇവിടെ സ്ത്രീ പ്രായം അതൊന്നും അല്ല. അവൻ നോക്കിയപ്പോൾ അവനൊരു സുഖമില്ല. അതാണ് അവൻ ചോദിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കും അറിയാം. അല്ലാതെ ഈ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ ചോദിച്ചാൽ അത്രയില്ല. നോക്കിയിട്ടാണൊരു ഇപ്പം ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളുടെ കാലഘട്ടമാണ്. അപ്പം അതിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻചേട്ടന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞു സെമി എനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന്? ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇല്ല. ഡോറ് തുറന്നു കൊടുക്കുകയാണ്, ചോദ്യം ഇറങ്ങി പോകുകയാണ്. ഞങ്ങൾ ആപ്പ് കൈസോ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഷാറുഖ് ഖാൻ ഗുഡ്ക പാന് പ്രൊമോട്ട് ചെയ്യുന്നത് വിമൽ മറ്റേ ബസന്ത് എന്ന് പറയുന്നത് പേര്. നീ ഇത് ഷാറുഖ് ഖാനോട് ചോദിക്കോ? എന്നോടല്ലേ ചോദിക്കുള്ളൂ, നിനക്ക് എന്നോട് പരിചയമുള്ളോണ്ട്. ആ ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞത് എന്തിനാണ് ഇത് വെക്കുന്ന ഈ സാധനം? ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഇത് കളിക്കണ്ട, പ്രശ്നം വരുന്നില്ലേ? നിങ്ങൾക്കറിയില്ലേ? നീ പൈസ പോലുള്ള ആൾക്കാർക്ക് ഞാൻ പൈസ അത് കുറേ സ്ഥലത്ത് പോയി പറഞ്ഞായിരുന്നു. ഇത് ആപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ മലയാളത്തിലുള്ള ആപ്പ് വെക്കുക എന്ന് പറഞ്ഞ പോലത്തെ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇതിനുള്ള ഒരു പ്രധാന കഥാപാത്രം സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന പെൺകുട്ടി ഹിന്ദി സ്പീക്കിംഗ് ആളാണ്. അപ്പം അതുകൂടെ കൊണ്ട് ആ കേസേഹോ എന്നുള്ള രീതിയിൽ വെച്ചതാണ്. പറയുന്നുണ്ട് ഇടക്കിടക്ക് കുത്തി കേൾക്കുന്നുണ്ട് കപ്പൽ വരുമെന്ന് വിചാരിച്ചതിനെ പറ്റി പറയുമ്പോഴേ അപ്പൊ ഇതന്നെ എനിക്ക് അറിയാം, അതുകൊണ്ട് അവനെ സഹായിച്ചതാണ്. ഞാനും ആ വഴിക്കാ വരുന്നേന്ന് തോന്നുന്നുണ്ടോ? എല്ലാ പടം കഴിയുമ്പോഴും ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കും. അങ്ങനെ ഒരുപാട് പേരൊന്നും വിളിച്ചില്ല. 21 ഗ്രാംസ് കഴിഞ്ഞിട്ട് 3 പേരെ വിളിച്ചത്, ധ്യാൻ ചേട്ടൻ അടക്കം. അതിൽ ധ്യാൻ ചേട്ടൻ പടമാണ് ചെയ്തത്. അപ്പൊ അത് ഇത് കഴിയുമ്പോഴും കുറെ പേര് വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിളിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. ഇത് 21 ഗ്രാംസ് പോലല്ല, കുറച്ച് ഫുൾ ടൈം ഒരു കോമഡി എനർജി, പിന്നെ ദിവ്യനുമായിട്ട് അല്ലേ നല്ല രസമാണ്. നേരത്തെ ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വിന്റേജ് മുകേഷ് ഡേയ് എന്നൊക്കെ വിളിക്കുന്ന ഒരു വിന്റേജ് മുകേഷ് ചേട്ടൻ വിളിക്കാൻ വേണ്ടി വിളിക്കുമ്പോ നീ ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളൊരു വേഷമാണ്. എനിക്കൊന്ന് വർക്കൗട്ട് ആവും. ആക്ടർ ആയിട്ടില്ല. അത് ഒരു സമയമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമായിരിക്കും. ഈ പറയുന്ന പോലെ പിന്നെ പണ്ട് പോലെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ, നമുക്കാണ് സിനിമ ആവശ്യം, സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല. അപ്പം നമ്മളിങ്ങനെ ശ്രമിക്കുക, വരുന്ന ഒരു വേഷങ്ങൾ എത്രയും നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓസ്കാറിലുള്ള അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പയ്യെ ഇങ്ങനെ പഠിച്ചു വരുവാണ്, നന്നാവുമെന്ന് വിചാരിക്കണം. അപ്പം എല്ലാവരും കണ്ട അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ നല്ലത്, ഇന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. അടുത്ത പടം വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആകെ ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ട് സത്യസന്ധമായ അഭിപ്രായം പറയുക, കുറച്ച് കൂടുതൽ പ്രേക്ഷകരിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ധ്യാൻ ചേട്ടാ മലയാള സിനിമ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത്. ചോദ്യം അതെ. അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിട്ടുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ അപ്പൊ കയറൂ നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. ഞാൻ ഈ പരിപാടി കുറച്ചു വരെ കാണുന്ന നിങ്ങൾ കാരണം എന്റെ ഓടിയ ഒരു പടം പറഞ്ഞാലും എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു.
നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. ചേട്ടൻ ഏത് നല്ല തിരക്കഥ പൊട്ടിയ പടം പറ. നീ തോറ്റു പോയിന്റെ മുന്നിൽ. ചേട്ടാ കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ. നിങ്ങളുടെ വിഷയത്തിൽ എന്തിനാ ഞങ്ങളെ ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. അതായത് കപ്പൽ മുതലാളി താരതമ്യേന നല്ല പടമാണ്. നിനക്ക് ഇഷ്ടമായത് നിന്റെ ഇഷ്ടം, എനിക്ക് ഇഷ്ടമില്ല പടം. അത് കുഴപ്പമില്ല. പക്ഷെ 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പൽ മുതലാളി ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. ഞങ്ങളുടെ പോയിന്റ് ഒന്ന് കേക്ക്. കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയാം. കുറച്ചേരം എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്റെ ഒരു അഭിപ്രായം, മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയാണ്, ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടി കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടി ചേട്ടന്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി, എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? ഇത്രയും പറഞ്ഞില്ല, അതും കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട്. ഞാനല്ല വെളുപ്പിക്കുന്നത്, എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതോ നഷ്ടമായിട്ടില്ല, എല്ലാരും വെളുപ്പിച്ചില്ലേ? പൈസ എല്ലാം വന്നില്ലേ? ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കാതെ ഒന്നുമല്ല ഒരു സിനിമ ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോ അങ്ങനെ ഇപ്പൊ അത്രയും സിനിമ ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല. 150 സിനിമ ഇറങ്ങുന്നുണ്ട്. 12 മാസമല്ലേ ഉള്ളൂ, 365 ദിവസമുള്ളൂ. 150 ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ കണ്ടുണ്ട്. അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാടെണ്ണം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളുണ്ട്. ഓരോ 2 മാസം ഇടവിട്ട് നീ ഹൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും, ഹോട്ടൽ കൂട്ടും, കട തുടങ്ങും. അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പലതും വരും, പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും. ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയൊരു 100 കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല. നമ്മൾ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ, നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും ഒരു സിനിമ ചെയ്യും. അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹമാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോട്ടെ, ലോട്ടറി എടുക്കുന്ന പോലെയാണ്. പക്ഷേ ആ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കും. മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീകാന്ത് വെട്ടിയാര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പടക്കൂട്ടുണ്ടാണോ നാളെ എന്റെ ഒരു ഗുണ്ട് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ. നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക്? നിങ്ങൾ നീ മാനിക്കുക വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ. സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായി. അല്ല, അതിനകത്ത് പൊട്ടുമെന്നല്ല പറയുന്നത്, പറയുന്നത് ആ റീലിനകത്ത് പറയുന്നത് എന്താ, ഈ പടക്കം പൊട്ടില്ല, ഇത് പൊട്ടിയാലും അത് ഒരുപാട് പേര് സ്വപ്നം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടുകൂടെ? അത്ര ചോദ്യം.
ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം തുടങ്ങണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവർക്കും ആ സിനിമ ആരുടെയെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം, അപ്പൊ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം. അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് പഠിപ്പിച്ചിരണം. അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാർ ഇരിക്കെ പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലിയെ സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്തു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, നിർത്ത്, ഒരു സെക്കൻഡ് നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നാലല്ലോ, അല്ലല്ലോ നീ പറഞ്ഞേ ആവശ്യമില്ലാത്ത കുഴപ്പമില്ല. നീ ചെയ്ത പോലെ തന്നെ അവനും ഒരു ഇതായിട്ട് ചോദിക്കണം. എന്റെ ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താവണമെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ. ഒരു സെക്കൻഡ്, ഞാൻ അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സിനിമ പൊളിയുന്നു, ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മോനെ സമരത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളല്ല. ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്ക്. ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം. ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് സഹോദരൻ. അപ്പൊ ഞാൻ പറയല്ലേ, നീ അത് കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? അത് ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരുന്നു. ഒരിക്കലും പേരെന്തുവാ? മോന്റെ പേരെന്തുവാ? അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ. പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടിയപ്പോ ഞാന് 10-40 വർഷമായി. ഓക്കെ, അത് അഡ്വർടൈസ്മെന്റ് ആയാലും. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, മോൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത്. അല്ല, താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട്? നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്താണെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയാമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. നീ കേട്ടോ? അല്ലല്ല, അവനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം നീ കേട്ടോ. അല്ല, അവനൊരു ഒരു കാര്യം പറയടാ മോനെ. എടാ നീ അവിടെ അവനെ നിങ്ങൾ കോർണറിയല്ലേ? എടാ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെന്നും വെറുപ്പിക്കാതിരിക്കുക. നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു, ഇത്രയും ആൾക്കാര്. നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ കുഴപ്പമില്ല. ഇതിനെയും അതിന്റേതായ രസത്തിൽ തന്നെ എടുത്താൽ മതി മോനെ. കുഴപ്പമില്ല, ചോദിച്ചോ. മതി. എന്നോട് എനിക്ക് ഉത്തരം പറയാനില്ല. ഇവന് മാത്രം അത് മനസ്സിലാകുന്നില്ല. എടാ, നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഇല്ല, നീ ചോദ്യം ചോദിക്കരുത്, പ്രശ്നം കഴിഞ്ഞു. നിനക്കൊരു കാര്യം ഞാൻ മനസ്സിലാവും, ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമായിരിക്കും. അല്ലെങ്കിലല്ലേ നീ ഫസ്റ്റ് ചോദ്യത്തിലല്ലേ നിന്നെ പുറത്താക്കി, നീ ഒരിക്കലും ഇവിടെ മോന്റെ ജോലിയിൽ പഠിച്ചു വരികയാണ്, ഇത് അത് പഠിച്ചു വരുന്നു. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കല് വരുന്നത് കൊണ്ട് ഈ ജോലിയിൽ ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി, ഇതൊക്കെ ഞാൻ നിനക്ക് വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ പലർക്കും അത് അറിയാം, നിനക്കത് അറിയില്ല, അതാ പ്രശ്നം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം പേഴ്സണൽ ആയിട്ട്. ഏറ്റവും കൂടുതൽ സ്വന്തം സിനിമ പൊട്ടിയെന്ന് ഇവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയ മനസ്സാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ഞാൻ ചോദിച്ച പോയിന്റ് അതല്ലേ. സിനിമ പൊട്ടിയാല് പലരും അത് പൊട്ടിയില്ല, മറ്റേതാണ് വിജയമാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളത് പൊട്ടി മോശമായി എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാത്തതല്ലോ, ഞാൻ വളരെ സീരിയസ് ആയിട്ട്. നീ ഒരാൾ മാത്രം സീരിയസ് ആയിട്ട് എന്താ കാര്യം? പ്രൊഡ്യൂസർ കാണണ്ടേ? ഇതിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇവരൊക്കെ സീരിയസ് ആയിട്ട്. നമ്മുടെ ആക്ടേഴ്സ് എന്താണെന്നറിയാമോ, നമ്മുടെ ടൂളാണ്. നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സിനിമ ചെയ്തു, അതിന് ഞാൻ അത്യാവശ്യം എനിക്ക് അഭിനയിച്ചിട്ടില്ലേ, ആ പടം ഓടിയില്ലേ, നല്ല അതിന്റെ പുറകിൽ ഒരു നല്ല സംവിധായകനുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ അവിഭാജ്യ ഘടകം. എന്തൊക്കെയാ? എഴുത്ത്, നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം. ഇത് എന്റെ കോളല്ല, നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്കൊരു ജോലി, ഒരാളെ ജോലി ആയിട്ട് നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവരുടെ ഗട്ട് ഫീലിങ്ങിനെ നമ്മൾ വിശ്വസിക്കും. കാരണം എല്ലാവരും ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം. ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ട് ചിലപ്പോൾ ഓടില്ല. നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മൾ സിനിമ അവർക്ക് ഡേറ്റ് കൊടുക്കും. അവർ ആത്മാർത്ഥമായി ശ്രമിക്കും, പൊട്ടിപ്പോ. ഈ 150 പടം നമ്മളൊക്കെ വിദേശത്തൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ചില ആൾക്കാർ പരിചയപ്പെടും, ഒരു പടം ചെയ്യണമെന്ന് പറയും. ഇരുത്തി എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത്, ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പടം ചെയ്താൽ ഈ 9:30 രാവിലെ 8:30 ഷോ ഇട്ട ആൾ പോലും അറിയില്ല, എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ്, നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ക്ലാസ് എടുത്ത് വിട്ടവരും 2 മാസം കഴിയുമ്പോൾ ചെയ്തു കേട്ടോ പടം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചില ടൂർ പോകുന്ന പോലെ, ചിലർക്ക് അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ല എവിടെ ആയിക്കോട്ടെ, അവർ പൈസ ഉണ്ടാക്കുക, ഒരു പടം ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിന് പോയ ആളുകളാണ്. അവരതിന് വരുന്നു, അവരത് ചെയ്യുന്നു. ഇത് കിട്ടിയില്ലെന്ന് ഓർത്ത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാധാരമാകുന്ന പ്രൊഡ്യൂസർമാരൊന്നും അല്ല. നല്ല ആളുകൾ, നല്ല അവരുടെ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ച് ചുമ്പ് ഒരു ആഗ്രഹപ്പടം ചെയ്യുന്നു. ആ ആഗ്രഹപ്പടത്തിന് അവൈലബിൾ ആകുന്ന ആക്ടർമാരെ തട്ടുന്നു, അതിൽ കിട്ടുന്നു, ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിന്നോട് ഒരു ദേഷ്യവും 1% പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ കേട്ടോ, നിന്റെ പ്രായത്തിൽ നിന്നെ പോലെയായിരുന്നു ഞാൻ. റിയൽ ലൈഫിൽ നടന്ന സംഭവം അതിൽ നടന്ന അതേ ക്യാരക്ടേഴ്സ് തന്നെയാണോ, മീൻ ആ ക്യാരക്ടേഴ്സ് തന്നെയാണോ സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും എൻഹാൻസ് ചെയ്തിട്ടുണ്ടോ റൈറ്റിംഗ് വൈസ്? സിനിമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പം അതിന്റെ ഡയലോഗ്സും കാരണം എനിക്ക് ഈ ഇൻസിഡന്റ് മാത്രമേ അറിയുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ, അവർക്കിടയിലുള്ള കോൺവെർസേഷൻ, ഡയലോഗ്സ് ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ഇൻസിഡന്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് കാരണം ഇതിനെ നമുക്ക് 2 രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം. കാരണം നടന്നൊരു കഥയായതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം. നമ്മൾ വളരെ സിനിമാറ്റിക് ആയിട്ടും സറ്റാരിക്കലായിട്ടും കോമിക്കലും ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ പോലും അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാൽ മാത്രമേ അതിൽ രസം ഉണ്ടാവുന്ന രീതിയിൽ ആണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സിനിമാറ്റിക് ആണ് ഒരു പരിധി വരെ. വയലൻസ് ഉള്ള ചിത്രങ്ങൾ, ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നുണ്ട്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുന്നത് അവിടുത്തെ ഹ്യൂമറുള്ള ഫാമിലി ഓറിയന്റഡ് ചിത്രങ്ങളല്ലേ ഇച്ചിലൂടെ തിയേറ്ററിൽ ഓടേണ്ടത്. എടാ അത് ഇത് എങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. ഇപ്പം നമ്മളിതൊരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ്, ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിനനുസരിച്ചിരിക്കും. മനസ്സിലായി? അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ അനുസരിച്ചിരിക്കും. ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ, അപ്പം എല്ലാ സാധനം ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ലല്ലോ, സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും, അയാളുടെ റിലേറ്റീവ്സ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും.
അപ്പൊ സിനിമേനെ മാത്രം നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമയും ചിലപ്പോൾ ഇത്രയും വയലന്റ് ആയിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഒരു വലിയ കൊലപാതകം, ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം, വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ മിണ്ടൂല്ല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ. എൻ്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ്. ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം 450 ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിൻ്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ്. ഇപ്പം ഞാൻ 2 പടം ചെയ്തു, ഒരു തുള്ളി ചോര ഈ 2 പടത്തിൽ കാണിച്ചിട്ടില്ല. കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളൊരു വാക്ക് പഠിപ്പിച്ചിരിക്കുകയും അത് നിറം, ശരീരം, ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല, മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീ റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അതിൽ കുറേ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത്, ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് കുറച്ച് ഞാൻ ഈ മാറ്റർ 5 മാസം മുമ്പ് സംസാരിച്ചതാണ്. അതായത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ണങ്ങൾ വരും, സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ, ഇതിന്റെ കഷ്ണങ്ങൾ വരുമല്ലോ. അപ്പൊ ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക, വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാർ വളരെ സ്റ്റാറിനെ പോലെ നടക്കുക, നിൽക്കുക, നിരന്തരം കൊല്ലുക, കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റേവരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും. വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ, വളരെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധാരണഗതിയിൽ അല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം. ചെറിയൊരു നിയന്ത്രണം ഉള്ളത്. നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വെക്കുന്ന നാടായത്. കാറും പിപിയും ഡോളും അതിൻ്റെ ഇപ്പുറത്ത് തോക്കുണ്ട്. ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട്. കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട്. അങ്ങനത്തെ ഒരു നാടായത്. അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു. ഈ സിനിമ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ കഥാപാത്രങ്ങളെ കാണിക്കും ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ട പോലെ ഒരു വീരസാഹസിക കൃത്യമൊന്നും അല്ല ഇവരുടെ കൂട്ടുകാരെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ട്രെയിലർ കണ്ടാലുള്ള സംഭവങ്ങൾ ചെറുതിന് മനസ്സിലായി കാണുമല്ലോ. അത്ര വീരസാഹസികതകളില്ല. അവന്മാര് ചിലപ്പോ പഞ്ചായത്ത് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവൻ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥ എന്നുള്ളത്. അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോ ഇത് ഇവന്റെയാന്ന് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ട് പോകും. അതുപോലത്തെ കഥയാണ്. അല്ലല്ല, എനിക്കങ്ങനെ ഒരു ബാച്ചിലർ പാർട്ടി ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ഡെയിലി പാർട്ടി ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ടൊരു ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞൊരു ഇല്ല. അപ്പൊ ഞാൻ കല്യാണ തലേന്ന് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഞാൻ കല്യാണ തലേന്ന് രാത്രി ഒരു 9-10 മണി, പിറ്റേ ദിവസം രാവിലെ എൻ്റെ കല്യാണമാണ് 9 മണിക്ക് കണ്ണൂര്. അപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളിയനുണ്ടായിരുന്നല്ലേ, ഞാൻ ബാത്റൂമിൽ നിന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അല്ല അളിയനുണ്ടായിരുന്നു അന്ന്. ചീട്ട് കളിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എറണാകുളത്താണ്. 10:30 മണിക്ക് രാവിലെ എൻ്റെ കല്യാണം. രാത്രി 9-9:30 വരെ ഞാൻ എറണാകുളത്ത് ബാത്റൂമിൽ നിന്ന് മത്സരിച്ച് ചീട്ട് കളിക്കണം. അങ്ങനെ ആരോ വന്നിട്ട് എന്നോട് ചോദിച്ചു പോണ്ടേന്ന് ചോദിച്ചു. അപ്പൊ രാവിലത്തേക്ക് ഷർട്ട് എടുക്കണം, മുണ്ട് വാങ്ങണം, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അങ്ങനെ രാവിലെ അപ്പൊ എന്നെ ആരും വിളിക്കുന്നുമില്ല. അതായത് കല്യാണത്തിന് ആരും നീ വരുന്നില്ലേ എന്ന് പോലും ആരും വിളിക്കുന്നില്ല. പലരുടെയും വിചാരം അച്ഛൻ വിളിച്ചില്ല, അമ്മ വിളിച്ചില്ല, ആരും വിളിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു എന്തിനാ പോണേ അങ്ങോട്ട്. ഷൂട്ട് മാറ്റി വെച്ചു. അങ്ങനെ രാത്രി ഒരു 9:30-10 മണി ആയപ്പോഴാണ് ഈ മത്സരത്തിനിടയിൽ എന്നോട് ആരോ മാമൻ വിളിച്ചെന്നെ. അരവിന്ദിന്റെ അതിഥികളൊക്കെ ചെയ്ത ജാതിജാതൊക്കെ ചെയ്ത മാമൻ വിളിച്ചു പറഞ്ഞു നീ വരുന്നില്ലേ എന്ന് ചോദിച്ച്. അങ്ങനെ ഹോട്ടലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു. അങ്ങനെ ആ 10-10:30-11 മണിക്ക് ഞാൻ പുറപ്പെട്ട് ഏകദേശം 4-4:30 മണി വരെ 4-5 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. 6 മണി അപ്പോഴേക്ക് ഞാൻ വരുന്ന വഴിക്ക് നീരജിനെ
ഹോട്ടലിൽ വെച്ച് കാണുന്നു. ഇവന്റെ കുറെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 9:30 മണിക്ക് ഞാൻ ഉറങ്ങാതെ എഴുന്നേറ്റ് നേരെ ഒരു 9:30 മണിക്ക് ആരോ തന്ന ഡ്രസ്സ് ഇട്ട് ഞാൻ നേരെ കല്യാണം നടന്നത് താലി ചേർത്തു. തിരിച്ച് അതേപടി എറണാകുളത്ത് നിന്ന് പിറ്റേ ദിവസം ചീട്ടുകളി പാലി സൈഡിൽ. പിന്നെ നല്ല വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിപാടിയൊക്കെ അന്ന് ഇപ്പൊ അതൊക്കെ നിർത്തി. ഇന്ന് സൂപ്പിലിടും മാത്രം. അപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ്. അല്ല അഭിമന്റെ സംവിധാനം നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ അല്ലെങ്കിൽ ഇപ്പം ത്രില്ലർ, വയലൻസ് സിനിമകൾ, എല്ലാതരം സിനിമകളും നമുക്കിപ്പോൾ ഇപ്പം ജാതകം വന്നു, റൊമാൻസ് വരുന്നു. ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന സീസൺ ഹിറ്റ് അടിക്കുന്ന പല സിനിമകളും ത്രില്ലേഴ്സാണ്. ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ, കാരണം കിഷ്കിന്ദ ആയിക്കോട്ടെ, മാർക്കോ ആയിക്കോട്ടെ, വയലന്റ് ത്രില്ലർ. അപ്പം മാസി വലിയ സിനിമകളാണ്. ചിരി മിസ്സാവുന്ന, ചിരി എവിടെയൊക്കെയോ മിസ്സാവുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ശരിക്കും നടന്നൊരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ നുറുങ്ങ് ചിരികളുള്ള ആ രീതിയിൽ നമുക്ക് തിയേറ്ററിൽ പോയി ഇറങ്ങി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ടേക്ക് ഹോമും ഇല്ലെങ്കിൽ പോലും ആ ചിരിയോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത്തരത്തിലുള്ള സിനിമകളും വേണം, ആവശ്യമാണ്. കാരണം കറക്റ്റായിട്ട് ജാൻ ലാസ്റ്റിൽ അതിജാതകം വരുന്നു, പിന്നെ റൊമാൻസ് വരുന്നു, ചിരി നമ്മളെവിടെയൊക്കെയോ മിസ്സായ സാധനങ്ങളാണ്. അപ്പൊ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ആ കേസ് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് നല്ല ഗുഡ് ഹ്യൂമർ എന്നുള്ള രീതിയിൽ. അതല്ലേ അല്ല, സിനിമ ഇപ്പൊ കുറെ കാലങ്ങളായി സിനിമ എല്ലാവർക്കും വളരെ പേഴ്സണലാണ്. ഇപ്പൊ ഇവനൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നില്ലേ പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഒന്ന് അവരുടെയൊക്കെ തോളത്താണ് സിനിമ, അവരുടെ റെസ്പോൺസിബിലിറ്റി. കാരണം ഒരു കോമൺ മാൻ്റെ റെസ്പോൺസ്, ഇത് എന്റർടൈൻമെന്റിന് മാറിയിട്ട് വേറെ രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ടും എനിക്കില്ലാത്ത പ്രശ്നവും ഇവിടെ ഇല്ലാത്ത പലർക്കുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടാവും. എൻ്റെ കരിയറിനെ ആലോചിച്ച്, എൻ്റെ ജീവിതത്തെ ആലോചിച്ച്, എൻ്റെ ഇതിനെ പ്രതിസന്ധി, മലയാള സിനിമയുടെ പ്രതിസന്ധി ഒക്കെ അവൻ്റെ തോളിലാണ്. ഒക്കെ അവർക്ക് പേഴ്സണലാണ്, മനസ്സിലായില്ലേ? കാരണം അത് നമുക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അത് അവൻ്റെ പേഴ്സണൽ തോട്ടാണ്, നമുക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ പലർക്കും പലതും പേഴ്സണൽ ആവുന്നിടത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങും നമ്മൾ. അപ്പൊ ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം, ഞാൻ ഇവനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ എന്നോട് വെറുപ്പുണ്ട്, ഞാൻ ഇവൻ എന്ത് ചെയ്തു, അപ്പോ എന്ത് ചെയ്തിട്ടാണ് അവൻ എന്നോട് ഇത്ര പ്രശ്നം? കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാരെ വെറുക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ സിനിമ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ഇവിടെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വലിയ നല്ല സിനിമ ചെയ്യുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ലായിരിക്കും ചിലപ്പോ അത് ഓടാത്ത പല പൊട്ടി സിനിമ ചെയ്യുന്ന ഞാനും നല്ല മനുഷ്യനല്ലടാ. അത് ഈ ജഡ്ജ് ചെയ്യുന്നതും ആസ്വദിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമുണ്ട്. വിദേശത്തൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നാൽ എൻജോയ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എല്ലാ സാധനവും വളരെ ജഡ്ജ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഇന്റർവ്യൂ, ഞങ്ങളെല്ലാവരും ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ചെയ്തല്ലോ, ഞങ്ങൾ 4-5 സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്. ഞാൻ ഇതിന്റെ ചില ഇന്റർവ്യൂ ഒക്കെ ലിങ്ക് കിട്ടി ഇങ്ങനെ കമന്റൊക്കെ വായിച്ചു നോക്കുമ്പോൾ ചില ആൾക്കാർ ധ്യാൻ അത് പറഞ്ഞത് തുഷാരടിക്ക് ഇഷ്ടപ്പെട്ടില്ല, മറ്റവൻ ഈ സമയം ഇത്രയും അജു വർഗീസ് അങ്ങോട്ട് നോക്കിയിരുന്നത് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു? ഇതൊന്നുമില്ല. ഇതൊക്കെ ഇവർ പേഴ്സണലായി എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ മാനസികതയിൽ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കഥകൾ മെനഞ്ഞ് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ. അവിടെ ഇതിനെ എന്ത് രസമായിട്ട് കണ്ട് ചിരിച്ച് മറക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ഇന്റർവ്യൂ അല്ലേ, അതൊരു ഇനം ഞങ്ങൾ പ്രസന്റ് ചെയ്തൊന്നുമല്ലോ. ഞാൻ ഇന്നലെ ധ്യാനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് നല്ലതാന്ന് പറയുന്ന ആൾക്കാരുണ്ട്, TV ഷോ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ട് വരുന്നുണ്ട്, ഇന്റർവ്യൂ കണ്ടിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. അതൊരു ഐറ്റം പോലെയായി, ഒരു ഐറ്റം നമ്മൾ ചെയ്ത പോലെയായി. എനിക്കിതറിയില്ലല്ലോ. ഞാന് ഇടക്കാലത്ത് ഈ ക്യാപ്ഷൻ ഇടുമല്ലോ, ഞാൻ നല്ല ക്യാപ്ഷനുകൾ ഇടുമായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ
ചേട്ടാ ഇന്നത്തെ ക്യാപ്ഷൻ ഏറ്റില്ലെന്നൊരു കമന്റ്. ഇത് ഞാൻ വെറുതെ ഫോട്ടോ എടുത്ത ഒരു ക്യാപ്ഷൻ അല്ല, ഇത് ജഡ്ജിയായിട്ട് കൊടുക്കുന്നതല്ല. അതെനിക്ക് പെട്ടെന്ന് കിട്ടല്ലേ, ഒരു ദിവസം കൊണ്ട് നിന്റെ ക്യാപ്ഷൻ ഇടണം. എനിക്കൊരു 10 വയസ്സ് പറഞ്ഞതിനില്ലാത്ത കാര്യം എനിക്കറിയാലോ, നല്ല ക്യാപ്ഷൻ. ദേഷ്യം വേണ്ട, ചിരിക്കുന്നെങ്കിൽ ഒരു ചിരി വന്നിട്ട് കേൾപ്പം ഇന്നത്തെ ക്യാപ്ഷൻ അത്ര ഏറ്റില്ലെന്നൊരു കമന്റ് ഒന്നും. ഇതൊക്കെ ജഡ്ജിയാണ്. ഇതവൻ റിവ്യൂ പറയാൻ തുടങ്ങി എന്റെ ക്യാപ്ഷന്. ഇതിന്റെയൊക്കെ റിവ്യൂ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടോ? നമ്മൾ പിറ്റേ ദിവസം ശ്രദ്ധിക്കും ക്യാപ്ഷൻ ഇടുന്ന സമയത്ത്. ഞാൻ നിർത്തി എനിക്ക് ഇവന്റെ ജഡ്ജ്മെന്റിന് എന്താ കാര്യം? എനിക്ക് ഞാൻ ഫോട്ടോ എടുത്ത് പക്ഷെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ പ്രശ്നം അറിയാമോ? ഈ ഇന്റർവ്യൂ രസമില്ല, ഇത് ചിരിക്കാനൊന്നുമില്ല, എനിക്ക് ടെൻഷനാണ്. പിന്നെ പിറ്റത്തേക്ക് നന്നാക്കണല്ലോ. നന്നാക്കാം. പക്ഷെ നിങ്ങൾ ഇനി ജീവ എന്തെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ജീവ റെസ്റ്റ്ലെസ് ആയി തുടങ്ങി. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇവര് ശരത് ചേട്ടൻ, അജി ചേട്ടൻ, ധ്യാൻ ചേട്ടൻ ഇവരെ കുറെ നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ആ ഇന്റർവ്യൂവിന്റെ അടുത്ത് ഞാനും പോയി പെട്ടു. അപ്പൊ ഞാനും ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ എന്തെങ്കിലും പറയാ, ഇവരുടെ ചിരി കണ്ട് ആസ്വദിക്കാന്ന് പറഞ്ഞപ്പോ എനിക്കും കിട്ടി. ഇവൻ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ നോക്കുവാന്ന്. ഞാൻ പിന്നെ നിങ്ങളെ സംസാരിച്ചോട്ടെ എനിക്ക് അങ്ങനെ തോന്നിയോണ്ടാ നിന്നോട് മൈക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അല്ല, ഓരോ കാര്യം ഒരു ആവശ്യമില്ലാതെ ജഡ്ജ് ചെയ്യുന്ന കൊണ്ട് വളരെ നേരത്തെ ചേട്ടൻ പറഞ്ഞ വളരെ രസകരമായിട്ട് കണ്ട് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ പറഞ്ഞാൽ വല്ലാണ്ട് ചിന്തിച്ച് കാട് കയറുന്നുണ്ട്. പിന്നെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിയാക്കലാണോ എന്ന് തോന്നും. ഈ പറഞ്ഞ പോലെ വയലൻസ് കുറച്ച് അധികം ആയി കഴിഞ്ഞാൽ ആൾക്കാരെ എത്ര ആൾക്കാർ സിനിമ കണ്ട് നന്നായി പുറത്ത് പോയി ജോലി ചെയ്ത് കുടുംബം നോക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് എത്ര ആൾക്കാരങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആരും അതിനെപ്പറ്റി പറയുന്നില്ല. എല്ലാവർക്കും ഒരു കാര്യത്തിന്റെ മോശം പിന്നെ കാര്യങ്ങൾ പൊക്കിപ്പിടിച്ച് ഇത് കൊള്ളത്തില്ല, അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട്, അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. പിന്നെ നല്ലത് വിശ്വസിക്കാതെയുമായി. അതായത് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, അതായത് ഒരുത്തം പോയി 10 പേരെ ഇടിച്ചിടുന്നത് വിശ്വസിക്കുന്ന അത്ര പോലും ഒരുത്തം പോയി 10 പേർക്ക് കൂടെ മേടിച്ചു കൊടുക്കുന്ന സിനിമ വിശ്വസിക്കുകയല്ല. ഇല്ല, അവനെ നന്മമരെന്നൊക്കെ വിളിച്ച് അവന്റെ ചാറെടുത്തിട്ട് അവനെ പരിപ്പിളക്കി കളയും. ചെയ്യാൻ പറ്റത്തില്ല. ആരോടെങ്കിലും നന്നായിട്ട് പറഞ്ഞാൽ കേറോളിയായി. അങ്ങനെ ഇപ്പൊ ഓളികളുടെ കാലമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തിനേയും കുറ്റം പറഞ്ഞ് ഈസിയാ. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നല്ലതുണ്ടെങ്കിൽ ഇത് കൊള്ളായിരുന്നു കേട്ടോ, അങ്ങനെ പറയുന്നിടത്താണ് ഇപ്പൊ കുറച്ചുകൂടെ റിലവൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാരും പറയുന്ന ഇവരോട് ചോദിച്ചല്ലോ സിനിമാറ്റിക് ആയിട്ടാണ് ഈ കഥ പറഞ്ഞെന്നുള്ളത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യവും നമുക്ക് സിനിമയായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഈ അടുത്ത് വളരെ നമ്മളെല്ലാം ഞെട്ടിപ്പോയ ഒരു കൊലപാതകം, ഒരാൾ 4-5 പേരെ കൊന്നു. സിനിമയിൽ ഇയാള് കാരണമായി പറഞ്ഞ ഒന്നും സിനിമയ്ക്ക് റീസൺ അല്ല. സിനിമയിൽ ഒരു ക്യാരക്ടർ അങ്ങനെ പോയി കൊന്ന ആൾക്കാർ കൂവും. അയ്യേ ഇതെന്ത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരാൾ പോയി കൊല്ലുമെന്നൊക്കെ ചോദിക്കും. ലോജിക്ക് നോക്കും. അന്നേരം സമൂഹത്തിൽ നടക്കുന്ന അത്രയും സത്യത്തിൽ ഇപ്പം സിനിമാറ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ച ഒരു വരനും വധു ഇറങ്ങി വരുന്നു, ഒരു മരക്കം പൊടിഞ്ഞ് തലേ വീണ് വരൻ മരിച്ചു. നിങ്ങൾ ഈ വാർത്ത പത്രത്തിൽ വായിച്ചാൽ ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞപ്പോൾ മരം പിടിഞ്ഞു തലേ. ഇത് സിനിമ കാണിച്ച ആ സീന് പോവും. മരക്കൊമ്പ് അവന്റെ തലേ വീണ് പിന്നെ ചോദിക്കും. അപ്പൊ സത്യത്തിൽ സിനിമാറ്റിക് ആക്കുക എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള അത്ര ഇല്ല. സിനിമയില് സമൂഹത്തിലാണ് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാനുള്ളത്. സിനിമ വിശ്വസിപ്പിക്കാൻ കൂടുതൽ പാടാണ്. അന്നത്തെ ദിവസം നമ്മൾ എഴുതിയിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ആ സീനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തപ്പോ പുള്ളി അതിനകത്ത് എന്തൊക്കെ പറയണം വേണ്ട എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പുള്ളി പറയും. അതിനപ്പുറം ഭയങ്കര ഇൻപുട്സ് ഒന്നും ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഭയങ്കര നിർണായക ഘട്ടമൊന്നും ഈ സിനിമയിൽ അത്തരത്തിലുള്ള വലിയ ഘട്ടങ്ങളൊന്നും ഇല്ല. ഇതിലൊരു നമ്മൾ കോമിക്കലായിട്ടും വളരെ സെറ്റാരിക്കലായിട്ടും പറഞ്ഞു പോകുന്നതുകൊണ്ടും ഈ ഇൻസിഡന്റ് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടും അവിടെ വലിയ കോൺവെർസേഷൻസോ ഡയലോഗുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും ഇല്ല ആ പുള്ളി വരുന്ന ഏരിയയിൽ പ്രത്യേകിച്ച്. അത് നിങ്ങളല്ലേ പറയേണ്ടത്, വരവാണോ പോക്കാണോ എന്നുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഭയങ്കര എന്താ പറയുന്ന, ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അത് ഡയറക്ടറിനെയും ധ്യാനിനെയും തന്നെയാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇല്ല, കല്ല് വെച്ചതിന്റെ ആളില്ല ചേട്ടാ, നിന്റെ പിൻഗാമിയാക്കിയടാ. എന്തൊരു കഷ്ടാടാ ഇവന്മാർക്കൊണ്ട്. ഞാൻ ആ മത്സരത്തിന് ഇല്ല. സത്യം പറയട്ടെ, ഭയങ്കര അസൂയോടെ ഇരിക്കുകയാണ്.
ഞാൻ ഈ മത്സരത്തിന് ഇതിത്ര ഒരു മത്സരമാണ്, ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത്. പ്രമോഷൻ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി. ചിലർ അവനതിലടിച്ചു ഇവൻ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ പൊതുവെ ഒരു ഇന്റർവ്യൂ, നമുക്കൊരു ഇന്റർവ്യൂവിന്റെ പോക്ക്, ഇപ്പൊ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക, തിരിച്ചു പറയുക, അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ, ജീവക്ക് ചില കാര്യങ്ങൾ ഇട്ട് പറയാനുള്ള ഗ്യാപ്പ്. പിന്നെ ഞാൻ ബേസിലൂടെ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ച് കൗണ്ടർ അടിക്കുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാം ചില ഇപ്പോൾ രമേശന്റെ കേസിൽ രമേശൻ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്തത് പറയണം എന്നുള്ള ഡീപ്പ് തിങ്കിങ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴും രമേശനല്ലേ ഇപ്പൊ ഒരെണ്ണം അടിച്ച് ഇനി ഇതിന്റെ മുകളിൽ അടിക്കണം. ശ്രദ്ധിച്ചാൽ മതി, കെയർഫുൾ ആയി ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും. എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശയൊക്കെ ചിരിക്കൂല. ഞാന് വളരെ പണ്ട് ഞാനും ഒബ്സർവേഷൻ കേട്ടോ. ഞാനും ധർമ്മനും ഒക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലഫ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അതേ പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല, അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എൻ്റെ തലയിലെ ഏതോ ഞരമ്പിൽ കൂടെയൊക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. ഇതെന്റെ തട്ടമാണ്, കിങ്. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മൂലാല് പിന്നെ വന്നത്. പിന്നെ നീ അല്ല രാജാവ് എന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നത്. കാരണം എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യം എടുത്തില്ല. അയ്യോ എന്റെ പൊന്നട സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ഒരു സെഷൻ പോലെയാണല്ലോ. പിന്നെ നമ്മളെ ഈ പറയുന്ന നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ. കാരണം എത്ര പേര് സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സിനിമയെ കുറിച്ച് നമുക്കൊരു 5-10 വാക്കിൽ തീരും. അല്ലെങ്കിൽ അതെല്ലാരും വന്നിട്ട് എന്താ പറയുന്നത്, സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിലും പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റൂല, ഇതിലും ഇത്രയും പറയാൻ പറ്റും, ഇങ്ങനെയല്ലേ പറയുള്ളൂ, ഇതിലും ഇങ്ങനെയാണ്. അപ്പൊ ബാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും. ബാക്കിയുള്ളത് വെറും ചിറ്റ് പോലത്തെ കോൺവെർസേഷൻ ആണ്, കാഷ്വൽ കോൺവെർസേഷൻ. നീ പറഞ്ഞ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കണമല്ലോ. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം, ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിൽ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പണ്ട് ഇത് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും, അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കാന്ന്. എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ എനിക്ക് അതാ കൗണ്ട്. അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത്. അപ്പൊ എന്റെ കൂട്ടത്തിൽ ഒന്ന് വെറുതെ ഇരുന്ന് പറയുമ്പം ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നൊന്നും ഒരു പിണ്ണാക്കും ആലോചിക്കുന്നില്ല. ഉണ്ടാക്കിയൊരു സാധനം ഇപ്പൊ ആലോചിച്ചിട്ട് ആലോചിച്ച് കിട്ടിയതാ. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകണമല്ലോ. സാർ നീ തന്നെ രാജാവ്. എടാ നമ്മൾ ഒറ്റ കെട്ടാട്ടോ, നമ്മളോ ഒറ്റ കെട്ടാ, ഞാനും നീയും. നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ശത്രു കൊണ്ടില്ല. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്കിതില്ല. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. വരൂ നമുക്ക് പോയി എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് കാട ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ?
പണ്ട് NSSന്റെ ഗാനം ക്ലീനാക്കിയത് പോലെ നമുക്ക് ഇപ്പൊ പോയി ചെയ്യാം. റെഡിയാണ്? ആരെങ്കിലും വരുന്നുണ്ടോ ഗാനം ക്ലീനാക്കാൻ? സ്കോർ ചെയ്ത് ആരോടാ അത്? നീ തന്നെ വർത്താനം പറയണോ വീഡിയോ കോൾ ചെയ്യണോ? അവൻ വീഡിയോ കോൾ ചെയ്ത് ആരോടോ മിണ്ടുക. ഞാനും ആലോചിക്കുന്ന നല്ല രസമുള്ള യാത്രയായിരുന്നു. ഒരു സഞ്ചാരിയുടെ ഡയറക്ടർ വൈബ് ഇതേ വൈബ് തന്നെയായിരുന്നു. നല്ല രസമാണ് ഇവരായിട്ട് വർക്ക് ചെയ്യാനും. വിനയ് ചേട്ടനാണ് എന്നെ അബ്കൈസയിലോട്ട് വിളിക്കുന്നത്. അപ്പം ഫസ്റ്റ് ധ്യാൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പം ഇതിൽ ക്യാരക്ടറും പറഞ്ഞപ്പോഴത്തേക്കും ചെയ്യാം, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്യാരക്ടർ എടുത്തത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു യാത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അവരോട് രണ്ടുപേരും കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. യാദൃശ്ചികമായി വന്നതാണ്. നേരത്തെയൊക്കെ നത്തെന്ന് പറഞ്ഞായിരുന്നു ആളുകളൊക്കെ അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നത്തെന്നായിരുന്നു കൂടുതൽ പേര് അറിയപ്പെടുന്നത്. ഇപ്പൊ അബിൻബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ അറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഇല്ല, ഞാൻ സാധാരണ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അഭിനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല. നത്തെന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചു നോക്കത്തുള്ളൂ. ഞാൻ തന്നെ ആ പേര് മറന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏത് പേര് വിളിച്ചാലും ചീത്തപ്പേര് ഇല്ലാതിരുന്നാൽ മതി. ഏപ്രിൽ മെയ് വരെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. തുടങ്ങി ധ്യാന്റെ കൂടെ ഉണ്ട്. അപ്പൊ പല കഥകളും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തില് വന്നൊരു കഥയുമാണിത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പാതിരക്കുർബാന എന്ന് പറഞ്ഞൊരു പടം ഞാൻ അനൗൺസ് ചെയ്തിട്ട് ഷൂട്ടിങ്ങിനേക്കാളും ഒരു 3 ആഴ്ച മുമ്പ് കോവിഡിന്റെ സെക്കൻഡ് ലോക്ക്ഡൌണിലപ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ ലൊക്കേഷനൊക്കെ ഫിക്സ് ചെയ്ത് അത് നിന്നുപോയത്. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു പടം ചെയ്യാം എത്രയും പെട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഇത്രയും ആകർഷണം നമുക്ക് അജിച്ചേട്ടനും ധ്യാനും ഒക്കെ ആണെങ്കിലും നമ്മൾ ത്രൂ ഔട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. രമേശ് ചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യണത്. പക്ഷേ നമ്മളൊരു സീൻ ഡെവലപ്പ് ചെയ്തിട്ട് രമേശ് ചേട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ട് നമുക്ക് ഡയലോഗ്സ് ഈ കൗണ്ടേഴ്സ് വന്ന സമയത്ത് ഇതുവരെ രമേശ് ചേട്ടൻ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളി അതിന് അത്രയ്ക്കും ഇൻപുട്സ് നമുക്ക് തരുന്നുണ്ടായിരുന്നു. ഡയലോഗ്സ് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ അജിച്ചേട്ടനും രമേശ് ചേട്ടനും കൂടി ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് അതിനെ ഏറ്റവും മാക്സിമം നന്നാക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും നമുക്ക് നടന്നത്. ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. മൊത്തം ആർട്ടിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വർഷം ഇറങ്ങാതിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് സങ്കടം വരുന്ന സമയത്ത് ഇങ്ങനെ ഈ രാത്രികളിൽ ധ്യാനം വിളിച്ചിട്ട് സങ്കടമൊക്കെ പറയുന്നവരുടെ നമ്മളെ മാക്സിമം ചേർത്ത് നിർത്താനാണ് എല്ലാവരും നോക്കിയത്. സന്തോഷം ഇപ്പം ഇറങ്ങാൻ പോകുന്നത്.